ഇതാ മെമ്പർ തോരെ വീട്ടിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങണം. എന്താ സംഗതി മെമ്പറത്? ഇതെന്താ സംഗതി? അതാ ആദ്യമായിട്ടല്ല ഇപ്പൊ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ മെമ്പർ ആള് മോശമല്ല കേട്ടതാണ്ടോ. എല്ലാരും കൊടുത്തോ? എല്ലാ വീട്ടിൽ കൂടി കൊടുത്തു. മൊത്തം എത്ര വീടുണ്ട്? ആ വീട്ടിൽ കൂടെ ഒക്കെ കൊടുത്തു. പൊന്നാര ചങ്ങായിമാർ എങ്ങനെ ഒരു മെമ്പറോ? ഇതാണ്ടങ്ങള് പൊന്നാര ചങ്ങായിമാരെ ഞങ്ങളെ മെമ്പർ നാളെ അധികാരത്തിലേറാൻ വേണ്ടി പോവുകയാണ്. ഒരു ജനപ്രതിനിധി എന്താവണമെന്ന് വീണ്ടും 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 ഇങ്ങനെ ക്ഷമ തെളിയിച്ചും കൊണ്ടിരിക്കണം. കണ്ടോ, ഓരോ വീടുകൾ കയറിയിട്ടും എന്താ പറയണെന്നായിരുന്നു, നാളെ ഞാൻ അധികാരത്തിൽ കയറാൻ വേണ്ടി പോവുകയാണ്, നിങ്ങളൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും പിന്തുണയും വേണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് 35 വയസ്സായി. ഈ 35 വയസ്സിനിടയിൽ ആദ്യമായിട്ടൊരു വാർഡ് മെമ്പർ ഇതുപോലെ ഓരോ വീട്ടിൽ കയറിയിട്ടും ഇങ്ങനെ പറയണത്. ബാക്കിയുള്ള മെമ്പർമാർ മോശം തന്നെ പറഞ്ഞത്. ചിലപ്പോൾ സമയക്കുറവുകൊണ്ടായിരിക്കും. എന്തായാലും ഈ പ്രാവശ്യം ജയിച്ച മെമ്പർ ആരൊക്കെ വോട്ട് ചെയ്തു ആരൊക്കെ വോട്ട് ചെയ്തെന്നല്ല കേട്ടോ, അല്ലേ? പക്ഷേ ഓരോ വീടുകൾ കയറിയിട്ടും ഓരോരുത്തരെയും കണ്ടിട്ട് എന്നെ വിജയിപ്പിച്ച നിങ്ങൾക്ക് ഞാൻ നാളെ അധികാരത്തിലേറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ വീടുകൾ കയറിയിട്ടും ഇതുപോലെ വന്ന് പറയാനൊരു മനസ്സുണ്ടല്ലോ, അത്രയാണ് ഓരോ ജനങ്ങളും ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ എന്താ പറയുക മെമ്പറെ, നിങ്ങൾ അധികാരത്തിൽ കയറിയാൽ സഹായിക്കാന്നല്ല, ഒരു ഉറപ്പ് കൊടുക്കുക. അതായത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുമെന്ന് പറയില്ലേ, അതന്നെയാണ് ഞങ്ങൾ ജനങ്ങൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പം തരും എന്ന് പറയണ്ട. അല്ലെങ്കിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ചെയ്യാണ്ട് ഈ നാട്ടിൽ ഞാനത് ചെയ്യും. ഞങ്ങളുടെ ഈ ഒരു 16-ാം വാർഡിലെ ആദ്യത്തെ വാർഡ് മെമ്പറായിട്ടാവും പറയാം. അതായത് ഞങ്ങൾ ജനിച്ചിട്ട്, ഞാനൊക്കെ ഇപ്പോൾ 35 വയസ്സായി, എൻ്റെ പൂർവികർ ജനിച്ചു പോയി ഇവിടെ. എന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് ഒരു വാർഡ് മെമ്പർ ഇല്ല. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങളുടെ നാട്ടിലൊരു വാർഡ് മെമ്പർ ഉണ്ടായി. എന്താണെങ്കിലും ജയോ തോൽവിയൊന്നുമല്ല, നല്ല രീതിയിൽ നിങ്ങൾ എന്താ പറയുക ജനങ്ങളുടെ മനസ്സിൽ എന്താ പറയുക കടന്നുകൂടിയതിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾ ഇപ്രാവശ്യം ജയിച്ചത്. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഒരു രാഷ്ട്രീയത്തിന് എതിരുമല്ല, എന്ന സപ്പോർട്ടല്ല. കാരണം എല്ലാവരും കൂടെ ഉണ്ട് അല്ലേ? ഞങ്ങളെന്താ പറഞ്ഞു, ഇവിടെ ജയവും തോൽവിയൊന്നുമില്ല. പക്ഷെ ഇതുപോലെ വന്ന് പറയാനൊരു മനസ്സ് കാണിച്ചില്ലേ, അതന്നെയാണ് ഓരോ വാർഡ് മെമ്പർമാർ. ഓക്കെ, അപ്പൊ അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് അല്ലേ? മെമ്പർക്ക് എന്താ പറയുള്ളത്? അപ്പൊ എന്താ പറയുള്ളത്? എന്തൊരാവശ്യത്തിനും ഏതൊരു പ്രതിസന്ധിയിലും നിങ്ങളെ കൂടെ ഞാൻ ഒത്തൊരുമിച്ച് കൂടെ ഉണ്ടാവും. അത്ര ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ, അതന്നെ ഞങ്ങൾക്ക് വേണ്ടല്ലോ. കൂടെ എന്തിനും ഏതിനും കൂടെ ഉണ്ടാവും. ഒരുവിധം വീട്ടിൽ കൂടെ പോയി ഇനി നമ്മളെ ഈ ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കൂടെ പോയി അവരിറങ്ങിയതാവൂലേ? അതന്നെയാണ്, അവരൊക്കെ പ്രാർത്ഥന അവരെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടിപൊളി സന്തോഷമായിട്ട് നാടിന് ഉപകാരമുള്ള ഒരു മെമ്പറായി മാറട്ടെ. ആമീൻ.